ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മതം ഏതായാലും മതാന്ധത നാടിനെ ഭരിച്ചാൽ മനുഷ്യൻ പിശാചുകളായി മാറുമെന്നും മതം എന്തെന്നുപോലും അറിയാത്ത 40 കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നതിന് ഹമാസിനോട് പടച്ചവൻ പൊറുക്കില്ലെന്നുമുള്ള ഫേസ്ബുക്ക് പരാമർശത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തോടും അടുത്ത ബന്ധം പുലർത്തുന്ന മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിൽ അംഗം കൂടിയായ ജോയ്സ് മേരി ആന്റണി എന്ന വീട്ടമ്മയ്ക്കെതിരെ ശക്തമായ സൈബർ ആക്രമണങ്ങളും ഭീഷണികളുമായി ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനത്തിനെയല്ലാതെ പാലസ്തീനെയോ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങളെയോ കുറ്റപ്പെടുത്തുകയോ എതിർത്തു പറയുകയോ ചെയ്യാതിരുന്നിട്ടും കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും വധഭീഷണിയുടെ ചുവയുള്ള തരത്തിൽ ശക്തമായ ഭീഷണി നേരിടുകയാണ് വിധവയും 2 മക്കളുടെ അമ്മയുമായ ഈ സഹോദരി. സമൂഹത്തിൽ വിഭാഗീയത ഉളവാക്കുന്ന തരത്തിൽ ഒരു വാക്കുപോലും പറയാതിരുന്നിട്ടും ഇസ്ലാമിക വിഭാഗത്തിലെ ചിലർ അവർക്കെതിരെ നടത്തിയ വ്യക്തി ആക്ഷേപത്തിലും ഭീഷണിയിലും മനം നൊന്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ കടന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവർ ഇക്കാര്യങ്ങൾ. അവർ പറഞ്ഞ വിഷയങ്ങൾ സത്യമെങ്കിൽ അവ അങ്ങേയറ്റം നടുക്കമുളവാക്കുന്നത് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 3 ദിവസം ഏകദേശം മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. പൂജ ഹോളിഡേയ്സിന് മക്കളുടെ കൂടെ പൂർണ്ണമായിട്ടും ഇരിക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫോണും ഒക്കെ മാറ്റി വെച്ചിട്ട് 3 ദിവസം മാറി നിന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. മക്കളുമായിട്ട് ഒരു ചെറിയ ട്രിപ്പിലായിരുന്നു. പക്ഷേ കാത്തിരുന്ന് മാറ്റിവെച്ച് എല്ലാ തിരക്കും മാറ്റിവെച്ച് വന്നിട്ട് ഈ 3 ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം മക്കൾക്കൊപ്പം അവരാഗ്രഹിച്ചതുപോലെ എനിക്ക് റിലാക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം പ്രഷറിലൂടെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയത്. ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു വർഗീയതയുടെ ചിന്താഗതികൾ ചിലരിലെങ്കിലും ഉണ്ടാകുവാനായിട്ട് ഞാൻ കാരണമായോ എന്നുള്ള ഒരു ചിന്ത എന്നിൽ ഉടലെടുത്തതാണ്. എന്നെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസിനെ കഴിഞ്ഞും കൂടുതൽ, മറ്റുള്ളവരുടെ ഭീഷണികളെ കഴിഞ്ഞും കൂടുതലൊക്കെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചത് ആ ഒരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: മതം ഏതായാലും മതാന്ധത നാടിനെ ഭരിച്ചാൽ മനുഷ്യർ പിശാചുക്കളാകാം. അതിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, മതം ഏതായാലും എന്ന് കൃത്യമായി ഞാൻ പറയുന്നുണ്ട്. ഒരു പ്രത്യേക മതത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ക്രിസ്ത്യാനിയാകാം, ഇസ്ലാം ആകാം, ഹൈന്ദവനാകാം, ജൂതന്മാരാകാം, ഏതുമായിക്കോട്ടെ, മതം ഏതായാലും എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് 40 കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു നിസ്സഹായരായിട്ടുള്ള, മതം എന്തെന്ന് പോലും അറിയില്ലാത്ത 40 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ ഹമാസ് നിങ്ങളോട് പടച്ചോൻ പൊറുക്കില്ല എന്നാണ് ഞാൻ എഴുതിയത്. പിന്നീടുള്ള വാർത്തകൾ, CNN വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ, CNN വരെ എന്നല്ല പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ കേരളത്തിലെ പല മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഹമാസിനാൽ 40 കുഞ്ഞുങ്ങൾ അറക്കപ്പെട്ടു കൊന്നിരുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ കേട്ടത് ഞാനൊരു കോൺഗ്രസ്സുകാരിയായിട്ടല്ല, ഇത് ഞാൻ കേട്ടത് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിട്ടല്ല, ഇത് ഞാൻ കേട്ടത് ഒരു അമ്മയായിട്ടാണ്. എന്റെ ഒപ്പം മക്കൾ, എന്നെ പോലെ തന്നെ പല അമ്മമാരും അതിൽ വേദനിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളൊക്കെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ആണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സങ്കടം വന്നാൽ മാത്രമാണോ നമുക്ക് ദുഃഖിക്കുക, നമുക്ക് വേദനിക്കുക? നമ്മുടെ അയൽവക്കത്തെ ഒരു കുഞ്ഞിന്, മനുഷ്യനാണെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ ഒരു കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചത് അങ്ങനെ തന്നെയാണ്. എന്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ സൗഹൃദ വലയത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് അറിയുന്നത് പോലും എന്നെ ഡിസ്റ്റർബ് ചെയ്യും. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും, എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തും. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ ഒരു വാർത്ത എന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തു. അതിന്റെ പിന്തുണച്ചിട്ടാണ് ഞാൻ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. അതൊരു അമ്മയുടെ ഒരു കൺസേൺ ആയിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടില് ഈ ഒരു വർഗീയത എവിടെയൊക്കെയോ വരുന്നുണ്ടോ എന്നുള്ള വിഷമവും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. ഇതിനുശേഷം ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ലാത്ത അത്രയും വലിയ പ്രഷറിലൂടെയാണ് ഞാൻ പോകുന്നത്. ഫോൺ കോളിലൂടെയുള്ള ഭീഷണികൾ, അതുപോലെ ഇവൻ എന്റെ മക്കളുടെ സുരക്ഷിതത്വത്തെ പറ്റി പോലും ഞാൻ പേടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു എന്റെ കൺസേൺ, മറ്റൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്റെ മക്കളുടെ ഭാവി, അവരുടെ സുരക്ഷിതത്വം മാത്രമാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്റെ കൺസേൺ. അതിനപ്പുറത്തേക്ക് ഞാൻ യാതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊക്കെ എനിക്ക് ധൈര്യം തന്നു. ഒത്തിരി പേര് പേഴ്സണലി വിളിച്ചിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി അറിയാവുന്ന എല്ലാവരും തന്നെ എന്നെ വിളിച്ചിട്ട് പൂർണ്ണ പിന്തുണ നൽകി. ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല.
പിന്നീട് ഞാൻ കണ്ടു കൂട്ടത്തോടു കൂടി കൃത്യമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകൾ കൃത്യമായി ഞാൻ കണ്ടു. അതിൽ പെട്ടുപോയ ചില മുസ്ലിം സഹോദരങ്ങളെ ഞാൻ കണ്ടു. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ പെട്ടുപോയി എനിക്കെതിരെ യുദ്ധത്തിന് തുടക്കം കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള വാർത്തകൾ എഴുതുന്ന പല മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് കണ്ടു. അതൊക്കെ എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. അപ്പോഴും ഞാൻ ചിന്തിച്ചത് ഇതാണ്, സമ്പൂർണ്ണ സാക്ഷര കേരളമായി നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ ഇന്ന് കാണുമ്പോഴും വർഗീയത എന്നുള്ളത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ല. അതിനൊക്കെ അപ്പുറമായിട്ട് ഈ ലോകത്തില് ഈ വരും കാലഘട്ടങ്ങളിൽ എന്റെ മക്കൾ അല്ലെങ്കിൽ വരുന്ന ജനറേഷന് തീവ്രമായിട്ടുള്ള മതചിന്തകൾക്ക് അതീതമായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന വാക്കുകളാട്ടോ ഇതൊന്നും ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് ഒന്നും പറയണമല്ല. വർഗീയവാദിയായി ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചിലരുടെയെങ്കിലും ഉള്ളിലുള്ള വർഗീയതയല്ലേ ആ ചിന്തകളുടെ പുറകിൽ എന്നാണ് എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം ഞാൻ കണ്ടു, നമുക്ക് ഒരു മുഹമ്മദ് ലുത്തുഫുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ എനിക്കത്ര പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, എനിക്കെതിരെ കുറെ കേസുകളുണ്ടെന്നും ഞാൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണെന്നും ഒക്കെ എഴുതിയിട്ട് അതിനുശേഷം അദ്ദേഹം എഴുതിയേക്കാണ് ഈ മേൽ പറഞ്ഞതൊക്കെ തെറ്റാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് തിരുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ എല്ലാവരും ഒന്നും ഈ പോസ്റ്റ് വായിക്കില്ല. വായിക്കുന്നവർക്ക് ആദ്യത്തെ 2-3 സെന്റൻസ് മാത്രം വായിക്കാം. ഞാൻ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഇട്ട ഒരു പോസ്റ്റിന് അദ്ദേഹം വ്യക്തിപരമായി എടുത്തിട്ട് എന്റെ ഭാവിയെ പോലും അഫക്ട് ചെയ്യുന്ന, എന്റെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ പോലും അഫക്ട് ചെയ്യുന്ന, പേഴ്സണലി എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. അപ്പൊ അതിനുശേഷം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തി അല്ല കേട്ടോ. അതിനുശേഷമാണ് ഞാൻ എനിക്കെതിരെ വന്ന പോസ്റ്റുകൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉൾപ്പെടെ എതിരെ ഞാൻ സൈബറിലും അതുപോലെ പല രീതികളിലും നിയമസഭ സഹായം ഞാൻ തേടുമായിരുന്നു. ഒരു റെക്കമെൻഡേഷനും ഒന്നും ഞാൻ പോയിട്ടില്ല. എന്റേതായ രീതിയിൽ ഞാൻ നിയമസഹായം തേടി, അതിനുള്ള ആക്ഷനുകൾ തുടർന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു വീഡിയോ പിന്നീട് ഇട്ടു. വീഡിയോ ഇട്ടപ്പം അദ്ദേഹം അതിൽ വിശദമായി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിലേക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഞാനൊരു സഹോദരനായി തന്നെ കരുതുന്നു. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രശ്നവും ഈ നിമിഷം വരെ എനിക്ക്. കൊച്ചുകുട്ടികളെ കഴുത്തറുത്തുകൊന്ന ഹമാസിന്റെ കൊടും ക്രൂരതയെ 2 മക്കളുടെ അമ്മയെന്ന നിലയിൽ അപലപിച്ചു എന്ന കുറ്റത്തിന് ദിവസങ്ങളായി ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ശക്തമായ ഭീഷണി നേരിടുന്ന ആ സഹോദരി തന്റെ മക്കളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഹൃദയം പൊട്ടിയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഹമാസ് അനുകൂലികളുടെ ഹീനമായ ഭീഷണിക്കൊപ്പം മൂവാറ്റുപുഴ എന്ന് കേട്ടപ്പോൾ തന്നെ വിറളി പിടിച്ച കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ കൂട്ടമായി അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തലുകൾ തുടർന്നത്. തങ്ങളെ നിരന്തരമായി അലോസരപ്പെടുത്തുന്ന മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങളും അവർ നടത്തി എന്നാണ് അവർ പറഞ്ഞത്. ഇത്തരം വിവാദങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കാനും വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനും കേരളത്തിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന അങ്ങേയറ്റം അപമാനകരമായ രാഷ്ട്രീയ നാടകമാണിതെന്ന കാര്യവും ഇവിടെ ഇപ്പോൾ അടിവരയിടപ്പെടുകയാണ്. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നയാളും പ്രമുഖ സംരംഭകയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ പോലും സ്വാധീനമുള്ള ഒരു വ്യക്തി ധാർമ്മിക ബോധത്തോടെ ഏതൊരു മതത്തെയും വിമർശിക്കാതെ തീവ്രവാദികളെ അപലപിച്ചെന്ന കുറ്റത്തിന് വധഭീഷണിക്ക് സമാനമായ ഭീഷണി നേരിടുമ്പോൾ കേരളത്തിൽ നടക്കുന്ന മത തീവ്രവാദികളുടെ തള്ളിക്കയറ്റത്തെക്കുറിച്ച് കടുത്ത ജാഗ്രത തന്നെ കേരളത്തിലെ സമൂഹം പുലർത്തേണ്ടിയിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യൻ മണ്ണിൽ ഒരു ഇന്ത്യൻ പൗരൻ പറഞ്ഞതെന്തെന്ന് പോലും തിരക്കാതെ അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാനുള്ള ചിലരുടെ വ്യഗ്രതയും അതിന് ഒത്താശ ചെയ്യുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ രാഷ്ട്രീയ കോമരങ്ങളും കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എത്ര പരമദയനീയമായ അവസ്ഥയിലേക്കാണ് എന്ന് പറയേണ്ടതില്ലല്ലോ.